അമ്മയ്ക്കൊരായിരം നന്ദിയേകാം. 53 മണി ജപങ്ങളാൽ ജപമണിമാല അമ്മ തൻ സമ്മാനം. മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ജപമാല മാസത്തിലെ 10ാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണല്ലോ. ജപമാല പ്രാർത്ഥന അതൊരു വേലിയാണ്, വലിയ സംരക്ഷണത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വേലിയാണ് ജപമാല. നമ്മൾ വേലി കെട്ടുന്നത് സംരക്ഷണത്തിന് വേണ്ടിയാണ്. പലതും നമ്മൾ വേലി കെട്ടി സംരക്ഷിക്കാറുണ്ട്. അതായത് കുടുംബത്തിന് ചുറ്റും സംരക്ഷണത്തിൻ്റെ വലിയ വേലി കെട്ടലാണ് ജപമാല പ്രാർത്ഥനയിലൂടെ നാം ചെയ്യുന്നത്. ഈ വേലി പൊളിച്ച് ഒരു തിന്മയുടെ ശക്തിയും നമ്മുടെ ഭവനത്തിൽ പ്രവേശിക്കുകയില്ല. കാരണം അത് ദൈവവചനങ്ങൾ കൊണ്ട് തീർക്കുന്ന വേലിയാണ്. ഈ വേലി കെട്ടുന്നത് കുടുംബനാഥ തനിച്ചോ അല്ലെങ്കിൽ മക്കളും കുടുംബനാഥയും തനിച്ചോ ഒക്കെ ആകുമ്പോൾ ആ വേലിയുടെ ഭദ്രത കുറയുകയാണ്. നേരെ മറിച്ച് കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അപ്പനും അമ്മയും മക്കളും ചേർന്ന് ഈ ജപമാലയാകുന്ന സംരക്ഷണത്തിന്റെ വേലി നിർമ്മിക്കുമ്പോൾ അത് ശക്തിയുള്ള ബലമുള്ള ഒരു വേലിയായി മാറുകയാണ്. അവിടെ ഒരു തിന്മയ്ക്കും കടന്നു വരുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണല്ലോ വിശുദ്ധ മദർ തെരേസ പറയുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കുമെന്ന്. പ്രിയമുള്ളവരെ, ജപമാലയെ ഈ ഒരു മനോഭാവത്തോടെ നമ്മുടെ ജീവിതങ്ങളിൽ സ്വീകരിക്കുവാനുള്ള വലിയ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സക്രിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കുവാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും അതിനെ കീഴടക്കിയില്ല. എൻ്റെ കണ്ണ് അവൻ്റെ മേലുണ്ട്. വലിയ സംരക്ഷണം തീർക്കുന്ന തമ്പുരാന്റെ വചനത്തിന്റെ വാഗ്ദാനമാണിത്. ജപമാല പ്രാർത്ഥന നമുക്ക് നൽകുന്ന തമ്പുരാന്റെ വലിയ സംരക്ഷണത്തിന്റെ വേലിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കാം. ജപമാലയെ ഈ ഒരു മനോഭാവത്തോടെ നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാക്കി മാറ്റാം. ഇന്ന് ദിവസം എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മ വഴി ദൈവത്തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.